സുന്ദരമായിട്ടാ പത്മാവതി നൃത്തം ചെയ്യുന്നേ. ആരും കണ്ടേ കൊതിച്ചു പോവും. ഇത്രയും മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രമാത്രം പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല അംബികെ. ഒരാള് പഠിപ്പിച്ചു തന്നു, ഞാൻ പഠിച്ചു, അത്രയുള്ളൂ. ആ കഴിവേ സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്നേ ഞാൻ പറയൂ. കലയും സംഗീതവും സാഹിത്യവും ഒക്കെ സാക്ഷാൽ സരസ്വതി ദേവിയുടെ വരപ്രസാദം കൊണ്ട് കിട്ടുന്നത് തന്നെയാ. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പുകഴ്ത്തലൊന്നും വേണ്ട. അംബിക പുകഴ്ത്തുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുക, ഒരുമാതിരി സോപ്പിടുന്ന പോലെ തോന്നുന്നത്. അയ്യോ, ഞാൻ പുകഴ്ത്തിയതൊന്നും അല്ല പത്മേ. ഒരനുജത്തിയോടെന്ന പോലെ പറഞ്ഞതാ. മറ്റുള്ളവര് പുകഴ്ത്തുമ്പോ കലാകാരനായാലും കലാകാരി ആയാലും ഒരല്പ അഹങ്കാരം വന്നേക്കാം. കലയുടെ ശത്രുവാ അഹങ്കാരം. ഓ, ഇപ്പൊ പ്രതാപൻ ട്രെയിനിലായിരിക്കും. എവിടെ പോയത് അയാള്? ഒരു ജോലി തേടി മദ്രാസിൽ പോയതാ. അതിന് മദ്രാസിൽ പോകുന്ന എന്തിനാ? അയാൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ, ശ്രമിച്ച ഇവിടെ ജോലി കിട്ടില്ലേ? ഇവിടൊക്കെ ശമ്പളം കുറവല്ലേ? ആര് പറഞ്ഞു? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാ. നാട്ടിലാവുമ്പോ അവർക്ക് അവരുടെ റിലേറ്റീവ്സിനെയും കാണാം, സന്തോഷത്തോടെ ജോലിയും ചെയ്യാം. അയാള് കാണിച്ചത് വളരെ ബുദ്ധിമോശ. ഒരു പൂന്തോട്ടം സ്വന്തമായിട്ടുള്ള ആള് ഒരു പൂ അന്വേഷിച്ചു പോവോ? ഞാൻ പറഞ്ഞത് അംബികയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ല, എന്റെ അച്ഛൻ വിചാരിച്ച അയാൾക്കൊരു ജോലി കിട്ടാനാണോ പ്രയാസം? ഞങ്ങളുടെ തന്നെ എത്ര ഫാക്ടറികളുണ്ട്, സ്പിന്നിംഗ് മില്ലുകളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നിലും ഒരു ജോലി വേണോന്ന് പറയാതെ നേരെ മദ്രാസിലേക്ക്. അതെന്താ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പ്രതാപൻ ഈഗോയാണോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല പത്മേ.